Modi, India. He's a friend of mine. He's great. He's the nicest. India. ഇന്നലെ കേട്ടപ്പോ തന്നെ ഞെട്ടിപ്പോയൊരു വാർത്തയുണ്ടായേ. അമേരിക്കയിലെ ഇന്ത്യക്കാരായ ഗർഭിണികൾ നിറവയറുമായിട്ട് ആശുപത്രികളിലേക്ക് ഓടിയിട്ട് എനിക്ക് സിസേറിയൻ ചെയ്തതായോ പ്രസവിക്കാൻ മുട്ടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നു, സിസേറിയൻ ചെയ്യുന്നു, വയറ് കീറുന്നു. വാർത്ത കണ്ടപ്പോ സത്യത്തിൽ തരിച്ചുപോയി. വയറിലൂടെ ഒരു ഭയങ്കര ഒരാളൽ. അമ്മച്ചോ, എന്തൊരു കഥയാണിത്. പേടിയാണോ, അറപ്പാണോ, വെറുപ്പാണോ, അപമാനകരമാണോ എന്നറിയാത്തൊരു സംഭവമാണ്. ട്രംപ് അധികാരത്തിലേറിയിട്ട് ആദ്യം വന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഇനി മുതൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ അമേരിക്കൻ പൗരത്വം ഉണ്ടായിരിക്കില്ല എന്നത്. അതിന്റെ കാലാവധി ഫെബ്രുവരി 20 അവസാനിക്കുന്നത് കൊണ്ടാണത്രേ മുഴുവൻ കൊജ്ഞാണന്മാരും കെട്ടിയോളുമാരെയും കൂട്ടിയിട്ട് സിസേറിയൻ ചെയ്യാൻ വേണ്ടി പോയി ആശുപത്രിയിൽ കാത്തു നിൽക്കുകയാണത്രേ. സിസേറിയൻ ചെയ്യുന്ന ആശുപത്രികളിലൊക്കെ വൻ തിരക്ക്, ബുക്കിംഗ് ഒക്കെ നടക്കുന്നു. എന്തിനാണ് ആളുകൾ ഈ തോന്നിയാസം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടി ചെയ്യുന്ന തോന്നിയാസം ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പൗരത്വത്തിന് അർഹതയുണ്ടെങ്കിൽ സ്വാഭാവികമായും പൗരത്വം കിട്ടും. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ചെങ്ങായിമാരെ? സമയം തികയുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്തെടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വല്ലതും സംഭവിച്ചു എന്ന് കരുതുക. അമേരിക്കൻ പൗരത്വമുള്ള സായിപ്പ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടുമോ? ഇങ്ങനെയൊക്കെ വെപ്രാളം പിടിച്ചതുകൊണ്ട് നാണം കെട്ട കുറെ മനുഷ്യർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും പൗരത്വം അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് പൗരത്വം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനത്തെ വൃത്തികേടൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ നാണം കെട്ട സിസേറിയൻ ഒക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? 1868 മുതൽ US നിലനിൽക്കുന്ന ഒരു നിയമമാണ്. US-ന്റെ അധികാര പരിധിയിൽ ജനിക്കുന്ന ആർക്കും സ്വാഭാവികമായിട്ട് പൗരത്വം കിട്ടും. അനധികൃത കുടിയേറ്റക്കാർക്ക് സന്ദർശക വിസയിൽ, വിദ്യാർത്ഥി വിസയിൽ, ഏത് രീതിയിലും മണ്ണിൽ ചവിട്ടിയിട്ട് അവിടെ പ്രസവിച്ച ആ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കും. ഇപ്പൊ വയറ് കീറി കുഞ്ഞിനെ എടുത്ത് സായിപ്പാക്കാനുള്ള ഈ ഓട്ടത്തിൽ നിന്നും നമ്മൾ എന്താ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ? അപ്പൊ ഇവർക്ക് ആർക്കും, ഈ കീറാൻ വേണ്ടി പോകുന്നവർക്ക്, കാത്തു നിൽക്കുന്നവർക്ക് ആർക്കും പൗരത്വമില്ല, ഗ്രീൻ കാർഡ് ഇല്ല. എങ്ങനെയെങ്കിലും കുഞ്ഞിന് പൗരത്വം കിട്ടാൻ വേണ്ടിയുള്ള നാണം കെട്ട കളിയാണെന്ന്. എന്ന് വെച്ചാൽ ട്രംപ് പറയുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ പെട്ടവരാണ് ഈ വയറ് കീറാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നവർ. During my campaign, I pledged that if elected, India would have a true friend in the White House. And that is now exactly what you have, a true friend. എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. ശരിക്ക് ട്രംപിന്റെ പുതിയ നിയമങ്ങൾ വഴി എന്താ പറയാ, വഴിയാധാരമാകാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യക്കാരായ 18,000 അനധികൃത കുടിയേറ്റക്കാരെയാണ് US നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ICEയുടെ കണക്കുകൾ പ്രകാരം അന്തിമമായി നീക്കം ചെയ്യാൻ ഉത്തരവുകൾ ലഭിച്ച 1.445 ദശലക്ഷം വ്യക്തികളിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെയൊക്കെ ഉടൻ തന്നെ നാട്ടിലേക്ക് കെട്ടുകെട്ടിക്കുമത്രേ. ഇതുകൂടാതെ 7,25,000 ഇന്ത്യക്കാർ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കൻ മണ്ണിലുണ്ടെന്ന്. അതിനും പുറമെ സ്റ്റുഡന്റ് വിസ, H1B വിസ എന്നിവയിൽ ട്രംപ് കർക്കശ നിലപാടെടുത്താൽ വീണ്ടും ഇന്ത്യക്കാർ തന്നെയാണ് കുടുങ്ങാൻ പോകുന്നത്. 2023 കണക്കനുസരിച്ച് US അനുവദിച്ച 3,86,000 H1B വിസയിൽ 3/4 പങ്ക് ലഭിച്ചത് ഇന്ത്യക്കാർക്ക് തന്നെയാണ്. മൊത്തത്തിൽ ട്രംപ് വന്നതോടെ നരകിക്കാൻ പോകുന്നതിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാരാണ്. നരേന്ദ്രമോദിയും സംഖ്യകളും പറഞ്ഞത് കേട്ടിട്ട് ട്രംപിന് ജയ് വിളിക്കാൻ പോകുമ്പോ ഇതൊന്നും അവർ ഓർത്ത് കാണില്ല അല്ലേ? മോദിയെ ട്രംപ് അധികാരമേൽക്കുമ്പോ ക്ഷണിച്ചില്ല, അതൊരു സത്യമാണ്. അത് പറഞ്ഞപ്പോ കുറെ വടയക്ഷികളൊക്കെ വന്നിട്ട് പറയുന്നു ഇന്ത്യയുടെ നയം അങ്ങനെയാണ്, മറ്റു രാജ്യത്തലവന്മാർ സ്ഥാനമേൽക്കുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാറില്ലെന്ന്. പോണ്ട, അതായിക്കോട്ടെ. ഇന്ത്യയുടെ നയം പോകാറുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ആണോടെ സംഖ്യ മലരന്മാരെ ക്ഷണക്കത്തയക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. നിങ്ങളൊരു കല്യാണത്തിന് പോവോ ഇല്ലേന്ന് പറഞ്ഞിട്ടാണോ തൊട്ടയൽപക്കക്കാരൻ നിങ്ങളെ വിളിക്കുക? ചൈനീസ് പ്രസിഡന്റിനെ വിളിച്ചല്ലോ, അയാൾ എവിടെയും പോകാറില്ലാത്ത മിക്ക രാജ്യത്തലവന്മാർക്കും ട്രംപ് ബഹുമാന പുരസരം സ്നേഹപൂർവ്വം ക്ഷണക്കത്തയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അവരിൽ പലരും വന്നില്ല എന്നത് വേറെ കാര്യം. ഇവിടെ മോദിക്ക് ഒരു ക്ഷണം പോലും കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. വേറെ ചില മലർമാസങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ജയശങ്കർ മുന്നിലെ കസേരട്ട് ഞെളിഞ്ഞിരുന്നു, അത് നരേന്ദ്രമോദിയുടെ കഴിവാണെന്ന്. രണ്ടാക്കും നല്ല കഴിവാണ്, ഒരു സംശയമില്ല. ഭയങ്കര കഴിവുള്ളവരാ, കഴിവേറികളാണ്, കഴിവേറിയേറി. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യക്കാർ വയറ് കീറാൻ വേണ്ടി ആശുപത്രിക്ക് മുന്നിൽ തിക്കും തിരക്കും കൂട്ടുന്നത്. ഉറങ്ങുന്നവനെ ഉണർത്താം, സംഖ്യകളെയും വടയക്ഷിമാരെയും ഒന്നും ഒരിക്കലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്ന് പറഞ്ഞതുപോലെ പണി കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും മൈ ഫ്രണ്ടാണോ അതോ ശത്രുവാണോ എന്നൊക്കെ. ഇതൊക്കെ ഇരിക്കട്ടെ, പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപ് ആദ്യമായിട്ട് ആരെയാണ് ഫോൺ ചെയ്ത്? നരേന്ദ്രമോദി എന്നായിരിക്കും സംഖ്യകളും ക്രിസംഖ്യകളും ഒക്കെ പറയാൻ പോകുന്നത്. വിളിച്ചു, സ്നേഹിച്ചു എന്നൊക്കെ. ഞങ്ങള് മോങ്ങിജീനെ വിളിച്ചു എന്ന്.
എസ് ജയശങ്കറിനെ മുന്നിലിരുത്തി അതുകൊണ്ട് വിളിച്ചു എന്നൊക്കെ പറയും. എന്നാൽ ട്രംപ് ആദ്യമായിട്ട് വിളിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെയാണ്. മോങ്ങിജിയെ വിളിച്ചിട്ടില്ല. ട്രംപ് വിളിക്കണമെങ്കിൽ കാശ് വേണം. ഹേ, രാജ്യം അംബാനിക്കും അദാനിക്കും തീരെഴുതി കൊടുത്താൽ ട്രംപ് എന്ത് ചെയ്യും? അവരെ വിളിക്കും, നേരിട്ട് ഡീലുണ്ടാക്കും. പ്രധാനമന്ത്രി വരും, പേപ്പറിൽ നിന്ന് വെട്ടിയ റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് അവിടെ മാറിയിരിക്കും, വിളിയും തൊളിയൊന്നും ഉണ്ടാവില്ല. അതാണിപ്പോൾ സംഭവിക്കുന്നത്. എന്തിനാണ് പിന്നെ സൽമാനെ വിളിച്ചതെന്നുള്ളത് വേറൊരു കഥ, പിന്നെ പറയാം. അല്ല, ഇതൊക്കെ പറയുന്ന ട്രംപേ, കുടിയേറ്റക്കാരെ വലിയ പുച്ഛമുള്ള ട്രംപേ, അങ്ങയുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? അവർ അമേരിക്കയിൽ ജനിച്ചതാ അതോ എവിടുന്ന് കുടിയേറി വന്നതാ? അങ്ങ് എങ്ങനെയാണ് ഈ അമേരിക്കയിൽ എത്തിയത്? അങ്ങയുടെ 3 ഭാര്യമാർ എവിടുത്തുകാരായിരുന്നു? ഇവരൊക്കെ അമേരിക്കയിൽ ജനിച്ചു വളർന്നവരാണോ? അമേരിക്കക്കാരായിരുന്നോ? ട്രംപേ, പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നത് അമേരിക്കൻ പഴഞ്ചൊല്ലല്ലട്ടാ. അത് ഞങ്ങൾ ഇന്ത്യക്കാരെ കേരളീയരെ പഴഞ്ചൊല്ലാണ്. അതെടുത്ത് ഇന്ത്യക്കാർക്ക് പണി കൊടുത്താൽ, നാട് കടത്തിയാൽ ഞങ്ങളുടെ മോദിജി നിങ്ങളെ എന്ത് ചെയ്യുന്നറിയോ? ഇരുട്ടത്ത് ചോറ് തന്നിട്ട് വെളിച്ചത്ത് കിടത്തിയോർക്കും. തൽക്കാലം ഇപ്പം അത്രേ ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. വാൽക്കഷ്ണം മാസം തികയാതെ വയറ് കീറാൻ വേണ്ടിയും സിസേറിയൻ ചെയ്യാൻ വേണ്ടി പോകുന്നവർ 1 മിനിറ്റ് ഒന്ന് നിൽക്കുക. അമേരിക്കയിലെ ജന്മാവകാശം പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ വന്നിട്ടുണ്ട്. 14 ദിവസത്തേക്ക് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് ഉത്തരവിന്റെ തുടർ നടപടികളൊക്കെ സ്റ്റേ ചെയ്തു. ജന്മാവകാശം പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോഗ്നോറാണ് അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഈ സിസേറിയന് വേണ്ടി വയറൊക്കെ കീറാൻ വേണ്ടി പെട്ടിയും ബാഗൊക്കെ എടുത്ത് വെച്ചവർ തൽക്കാലം അതെടുത്ത് അകത്തേക്ക് തന്നെ വെക്കുക. കുട്ടി കുറച്ചും കൂടെ ഒന്ന് വളരട്ടെ.